Niva Gold, Diamonds and Platinum, Cherpalasheri and Ottapalam. നെല്ലായ വില്ലേജിൽ ഡിജിറ്റൽ റീസർവേ ആരംഭിച്ചു. ഭൂമി സംബന്ധമായ രേഖകൾ സ്മാർട്ടാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഭൂമി സംബന്ധമായ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് നെല്ലായ വില്ലേജിൽ റീസർവേ ആരംഭിച്ചത്. എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമായാണ് ഡിജിറ്റൽ സർവേ നടത്തുന്നത്. പേങ്ങാട്രി സെന്ററിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് ഡിജിറ്റൽ സർവേയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്ന രണ്ട് ഗ്രാമപഞ്ചായത്തുകളൊന്നുമല്ല, രണ്ട് വില്ലേജുകളൊന്ന് നെല്ലായ വില്ലേജും ഒന്ന് അഗളി വില്ലേജുമാണ് ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഘട്ടഘട്ടമായിട്ടാണ് പ്രവർത്തനം നടക്കുക. സ്വാഭാവികമായി നമ്മുടെ വില്ലേജിൽ പ്രവർത്തനം നടക്കുകയും തൊട്ടപ്പുറത്ത് ചടവറയിലോ പുല്ലൂരോ ചെറുപ്പുളശ്ശേരിയിലോ തൃക്കടിയിലോ നടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് സ്വാഭാവിക സംശയം ഉണ്ടാവും, നമ്മുടെ സ്ഥലത്ത് മാത്രം നടക്കുന്നുണ്ടോ ജീവിതം. അപ്പൊ ആ ഒരു സംശയം ദൂരീകരിക്കുന്നത് വലിയ പ്രയാസം. അപ്പൊ ആളുകളെ നന്നായി ബോധവൽക്കരിച്ചാൽ മാത്രമേ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ സർവേ പ്രവർത്തനം റീസർവേ നമ്മുടെ സംസ്ഥാനത്ത് 95 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. 95 ആരംഭിച്ച് 2022 വരെ സർവേയുടെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഏതാണ്ട് 80,000 ഹെക്ടറോളം ഭൂമി മാത്രമാണ് റീസർവേ പ്രകാരം അളപ്പെടുത്താൻ വേണ്ടി കിട്ടിയത്. അതിനുശേഷമാണ് സംസ്ഥാന സർക്കാർ ഡിജിറ്റൽ റീസർവേ ആരംഭിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഏതാണ്ട് 1-2 ലക്ഷം ഹെക്ടറോളം 1.86 ലക്ഷം ഹെക്ടറോളം ഭൂമികൾ ഇതിനോടകം തന്നെ റീസർവേ ചെയ്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ മുഹമ്മദ് ഷാഫി അധ്യക്ഷനായി. പാലക്കാട് റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ ഷാലി പി കെ, അബ്ദുൽ കലാം ആസാദ് എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ബാബു, ഒറ്റപ്പാലം റീസർവേ സൂപ്രണ്ട് ബലേഷ്, ഹെഡ് സർവേയർ ആയിഷക്കുട്ടി എന്നിവർ സംസാരിച്ചു. റീസർവേ പ്രവർത്തനങ്ങളുമായി സർവേ ഉദ്യോഗസ്ഥർ സമീപിക്കുമ്പോൾ വസ്തുവിന്റെ ആധാരം, നികുതി അടച്ച രസീത്, മൊബൈൽ നമ്പർ എന്നിവ നൽകുകയും കൈവശ വസ്തുവിന്റെ അതിരുകൾ കൃത്യമായി കാണിച്ചു കൊടുക്കുകയും അതിർത്തിയിൽ കാടുവെട്ടി തെളിയിച്ചും നിലവിൽ അതിർത്തിയില്ലാത്തവർ അതിരടയാളങ്ങൾ സ്ഥാപിച്ചും റീസർവേ ജോലികളിൽ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്ന് സർവേ സൂപ്രണ്ട് അഭ്യർത്ഥിച്ചു.